തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പടിവാതിൽ എത്തി നിൽക്കുകയാണ്. ഈ സാധ്യതാ പട്ടിക അല്ലെങ്കിൽ ആദ്യത്തെ പട്ടികയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രഖ്യാപനം അതിൻ്റെ ചർച്ചകൾ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ? ഉണ്ടാവും അതുണ്ടാവും. ഞങ്ങളുടെ സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാളല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് സംസ്ഥാന ലെവലിൽ ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അത് മുകളിൽ അയക്കും. ഇവിടെ സെൻട്രൽ പാർട്ടീൻ്റെ പാർലമെൻ്ററി പാർട്ടി ബോർഡുണ്ട്, പ്രഭാരിമാരുണ്ട്, നാഷണൽ പ്രസിഡന്റ്. അവരെല്ലാം സാധ്യതയും എല്ലാം അനാലിസിസ് ചെയ്ത് തീരുമാനിക്കും. ഈ ഇലക്ഷൻ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ പോലെയല്ല. ഈ ഇലക്ഷൻ മത്സരിക്കാനല്ല ഞങ്ങൾ മത്സരിക്കുന്നത്, ജയിക്കാനും ഭരണത്തിൽ വന്ന് ഈ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാ സീറ്റിലും ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണ് മത്സരിക്കാൻ പോകുന്നത്. അത് വിന്നബിലിറ്റി എല്ലാം നോക്കി പരിശോധിച്ച് സർവേ ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് സെൻട്രൽ പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത്. പല സ്ഥാനാർത്ഥികളിലും പേര് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല പേരുകളും കേൾക്കുന്നത് ആ തരത്തിൽ തന്നെ പ്രചരണം എല്ലാവരും ആരംഭിക്കും. കാരണം അത് മത്സരിക്കല്ലെങ്കിലും അവർ ജയിപ്പിക്കാൻ അവർ പ്രവർത്തിക്കും. പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇറങ്ങല്ലോ. നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. യുവമോർച്ച ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ യുവമോർച്ച ഇവിടെ വന്നത് മത്സരിക്കാനല്ലല്ലോ. അപ്പോൾ അത് പാർട്ടീൻ്റെ പ്രവർത്തനവും പാർട്ടീൻ്റെ പ്രവർത്തകർ അവരുടെ വർക്ക് തുടങ്ങും, ഇനിയും കാര്യങ്ങൾ ചെയ്യും. അത് ഒരു വശത്ത്. മറുവശത്ത് നമ്മൾ കാൻഡിഡേറ്റ്സ് ആരാണെന്ന് സെൻട്രൽ പാർട്ടിയും സംസ്ഥാന പാർട്ടി തീരുമാനിക്കും, വിന്നബിലിറ്റി നോക്കി തീരുമാനിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. BJPയും NDA ഭരിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, മറിച്ച് സഭാ തർക്കമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് BJPയുടെ കേരളത്തിലെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP ആസ്ഥാനത്ത് നിന്നും ക്യാമറ പേഴ്സൺ മോഹൻകുമാറൊപ്പം അർജുൻ പീതാംബരൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.